Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 സേ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സാം എപ്പോഴാണ് എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ്, +2 സേ എക്സാം വാല്യുവേഷൻ ക്യാമ്പ് ലിബറൽ ആയിരുന്നോ എന്നുള്ളത്. പൂർണ്ണമായിട്ടും വാല്യുവേഷൻ ക്യാമ്പ് ലിബറൽ ആയിരുന്നില്ല, എങ്കിലും കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ടീച്ചേഴ്സ് മാർക്ക് ഇടുന്നുണ്ട്. സോ മെയിൻലി ടീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ എങ്ങനെയും നിങ്ങളെ ഒന്ന് പാസ്സാക്കുക എന്നുള്ളതാണ്. സോ ഇനി അത് ആലോചിച്ച് വെറീഡ് ആവണ്ട. അതുപോലെ തന്നെ സേ എക്സാം റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇനിയും ലാഗാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രോസസ്സിനെ കൂടെ അത് എഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു വീക്ക് തന്നെ എന്തായാലും സേ എക്സാം റിസൾട്ട് വന്നിരിക്കും. എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ്, സേ എക്സാം എങ്ങാനും ഫെയിലായി പോയാൽ നെക്സ്റ്റ് എക്സാം മാർച്ചിലാണോ വരുന്നത്, അതിൻ്റെ ഇടയിൽ എഴുതാനായിട്ട് വല്ല അവസരങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിട്ട് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നുണ്ട്. സോ +1 ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ നിങ്ങൾക്ക് കൂടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അവസരം ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ +2 ഒരു സബ്ജക്റ്റിലാണ് ഫെയിൽ ആയത് എന്നുള്ളത്. ഇങ്ങനെയുള്ളവർക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +2 എക്കണോമിക്സിലാണ് നിങ്ങൾ ഫെയിൽ ആയത് എന്നുണ്ടെങ്കിൽ +1 എക്കണോമിക്സിൽ ഡബിൾ പാസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സാവുന്നതായിരിക്കും. സോ ഇനിയും ഇതാലോചിച്ച് വെറീഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇംപ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോകുന്നില്ല അല്ലേ, സോ നമുക്കറിയില്ല ഏത് ടൈമിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യസമയം രജിസ്റ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.